സുഹൃത്തുക്കളെ, കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റമാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. അടുത്ത സമയം വരെ അടഞ്ഞ അധ്യായമായിരുന്ന ഈ വിഷയം പെട്ടെന്ന് സജീവമായത് ബിഷപ്പന്മാരുടെ ഇടപെടലുകൾ കൊണ്ടാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്നിട്ടും ഇത് കേരള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അവസരവാദപരമായ സമീപനം മൂലമാണ് ഈ മുന്നണി മാറ്റത്തിന് അവർ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രക്രിയയിലെ പ്രധാന അപകടം എന്താണ്, അപ്രധാന അപകടം എന്താണ് എന്ന് തിരിച്ച് അറിഞ്ഞുകൊണ്ട് ഉള്ള ചർച്ചകൾ മാത്രമേ ഗുണകരം ആകുകയുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ രാഷ്ട്രീയത്തിലെ പ്രധാന അപകടങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അപ്രധാന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് അരങ്ങ് തകർക്കുന്നത്. അവസരവാദ സമീപനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഏറെക്കുറെ ഉണ്ട് എന്നതാണൊരു വസ്തുത. ഇതിൽ കേരള കോൺഗ്രസിൽ എത്ര കൂടുതലുണ്ട് എന്ന് ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. അതേസമയം കേരള കോൺഗ്രസിൽ ഈ അവസരവാദ സമീപനം തുടർച്ചയായി നടക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ ആരംഭവും അതിൻ്റെ ഓരോ ഘട്ടത്തിലെ പിളർപ്പുകളും മുന്നണി മാറ്റങ്ങളും എല്ലാം നേതാക്കന്മാരുടെ അവസരവാദ സമീപനം കൊണ്ട് മാത്രം ആയിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. കേരളത്തിലെ ബിഷപ്പന്മാരാണ് കേരള കോൺഗ്രസിൻ്റെ ആരംഭത്തിന് വേണ്ട സഹായം ചെയ്ത് പ്രോത്സാഹിപ്പിച്ചത് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. മുന്നണി മാറ്റങ്ങൾ എപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം മെത്രാന്മാരുടെ ഇടപെടൽ കൊണ്ടാണ് ഒക്കെ നടന്നിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമാണ്. മാണി കോൺഗ്രസ് LDFിൽ നിന്നും UDFിലേക്ക് പോയത് മെത്രാന്മാരുടെ സമ്മർദ്ദം മൂലമാണ്. ജോസഫ് കോൺഗ്രസ് LDFിൽ നിന്ന് UDFിലേക്ക് പോയത് മെത്രാന്മാരുടെ സമ്മർദ്ദം മൂലമാണ്. ഇപ്പോൾ ജോസ് കെ മാണി ഗ്രൂപ്പിനെയും LDFിൽ നിന്ന് UDFിലേക്ക് മാറ്റുവാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന മെത്രാന്മാരാണ്. ഈ സമ്മർദ്ദം ജോസ് കെ മാണിയുടെ മേൽ മാത്രമല്ല ചുമത്തുന്നത് എന്നതും വ്യക്തമാണ്. കോൺഗ്രസ് ജോസ് കെ മാണിയെ ഇനിയും ക്ഷണിക്കുകയില്ല എന്നും അവർക്ക് വേണമെങ്കിൽ വന്നാൽ മതി എന്നും വളരെ കർശനമായ ഒരു സമീപനം കൈക്കൊണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവർ രഹസ്യമായി ചർച്ചകൾ നടത്തി. അതിൻ്റെ കാരണം വ്യക്തമാണ്. മെത്രാന്മാരാണ് കോൺഗ്രസിൻ്റെ ശക്തമായ സമീപനത്തിൽ മാറ്റമുണ്ടാക്കുവാൻ സമ്മർദ്ദം ചെലുത്തിയത്. അതുപോലെ തന്നെ ജോസഫ് കോൺഗ്രസ് ഒരു കാരണവശാലും മാണി കോൺഗ്രസിനെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ കർശന നിലപാടിലും മാറ്റം വരുത്തി. അതിൻ്റെ കാരണവും മെത്രാന്മാരുടെ സമ്മർദ്ദമാണ്. അപ്പോൾ കോൺഗ്രസിലും ജോസഫ് ഗ്രൂപ്പിലും മാണി കോൺഗ്രസിലും എല്ലാം ഒരേ സമയം മെത്രാന്മാർ വളരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ മുന്നണി മാറ്റ ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ഈ വിഷയം പരിശോധിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അപകടം എന്താണെന്നാണ് പരിശോധിക്കേണ്ടത്. അത് ഇവിടെ വളർന്നു വരുന്ന മത രാഷ്ട്രീയം ആണ് എന്നതാണ് വസ്തുത. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വലിയ അപകടത്തെ തമസ്കരിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും ഇവിടെ രാഷ്ട്രീയ വിശകലനം നടക്കുന്നത്. 1959
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ താഴെയിറക്കുവാൻ വേണ്ടി തെരുവ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് നേതൃത്വം നൽകിയത് ഇവിടുത്തെ ക്രൈസ്തവ നേതാക്കന്മാരായിരുന്നു. ദൈവം അപകടത്തിൽ ആണ് എന്ന പരാതി പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. അതിന് പള്ളികളും പള്ളികളുടെ സമ്പത്തും പ്രസംഗപീഠങ്ങളും മെത്രാന്മാരുടെ ഇടയലേഖനങ്ങളും ഒക്കെ വളരെ കാര്യമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ അട്ടിമറി സമരം ഇവിടെ നടന്നത്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതര മതവിഭാഗങ്ങളെയും ഈ സമരത്തിന് ഇറക്കുന്ന കാര്യത്തിൽ ക്രൈസ്തവ നേതാക്കന്മാർ അന്ന് വിജയിച്ചു. തുടർന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം അവരാണ് കൈവശപ്പെടുത്തിയത്. പക്ഷേ ആർ ശങ്കറിനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ അസ്വസ്ഥരായി. അതിനെ തുടർന്ന് കോൺഗ്രസിനെ പിളർത്തുവാൻ നേതൃത്വമെടുത്തതും ക്രൈസ്തവ നേതാക്കന്മാരായിരുന്നു. വിശിഷ്യ മെത്രാന്മാരുടെ ആശീർവാദത്തോടുകൂടിയാണ് കേരള കോൺഗ്രസ് 1964 രൂപപ്പെട്ടത്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. തുടർന്ന് ബദലായിട്ട് കേരള കോൺഗ്രസിനെ വളർത്തി എടുത്തു എങ്കിലും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാറി നിന്ന് ഒരു ബദലായി പ്രവർത്തിച്ചാൽ ഒരു പ്രതിപക്ഷ പാർട്ടിയായി മാത്രം മാറേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പിന്നീട് തന്ത്രം മെനഞ്ഞതും ഈ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്, ക്രൈസ്തവ നേതൃത്വമാണ്. എന്താണ്? UDF രൂപീകരിക്കുവാൻ വേണ്ടി. UDF രൂപീകരിച്ച് അതിൽ നായന്മാരുടെ NDPയെയും ഈഴവ വിഭാഗത്തിൻ്റെ SRPയെയും മുസ്ലിം ലീഗിനെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ക്രൈസ്തവ നേതാക്കന്മാരും മെത്രാന്മാരുമായിരുന്നു. അങ്ങനെ UDFൻ്റെ നേതൃത്വം കോൺഗ്രസ് കൈവശപ്പെടുത്തി. അല്പം കഴിഞ്ഞപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും UDFൻ്റെ നേതൃത്വം കൈവശപ്പെടുത്തി. അപ്പം ഈ മതരാഷ്ട്രീയം ആണ്. അതുവരെ ഇവിടെ ഹൈന്ദവർ മതരാഷ്ട്രീയം കളിക്കുവാൻ രംഗത്ത് വന്നിരുന്നില്ല. മെത്രാന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അരങ്ങേറി ശക്തി പ്രാപിച്ച മതരാഷ്ട്രീയമാണ് ഇവിടെ മുസ്ലിങ്ങളുടെ മതരാഷ്ട്രീയവും ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ മതരാഷ്ട്രീയവും ശക്തിപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം വിസ്മരിക്കുവാൻ പാടില്ല. ഇപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ പ്രക്രിയയിൽ മെത്രാന്മാരുടെ മതരാഷ്ട്രീയം വളരെ മോശമായ രീതിയിൽ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നത് വിസ്മരിക്കുവാൻ പാടില്ല. റബ്ബറിന് 300 രൂപയാക്കിയാൽ ഞങ്ങൾ എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യാമെന്നുള്ള പ്രഖ്യാപനം ഒക്കെ അടുത്ത കാലത്ത് നടന്നതാണ്. ഇപ്പോൾ അവർ മാറി കേരളത്തിൽ BJPക്ക് വേണ്ടത്ര മേൽക്കൈ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കേരള കോൺഗ്രസിനെ കൂടെ UDFൽ ചേർത്ത് UDFനെ ശക്തിപ്പെടുത്തുവാനുള്ള കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കേരളത്തിലെ മതരാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ കൂടുതൽ കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മെത്രാന്മാരാണ് എന്ന കാര്യം. ഇത് വളരെ അപകടകരമായൊരു കാര്യമാണ്. രണ്ടാമത്, മെത്രാന്മാർ മതരാഷ്ട്രീയം കളിക്കുന്നതും ഹൈന്ദവരും മുസ്ലിങ്ങളും മതരാഷ്ട്രീയം കളിക്കുന്നതും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട വ്യത്യാസം ആരാധനാലയങ്ങൾ, ആരാധനയ്ക്കിടയ്ക്ക് ഇടയലേഖനങ്ങൾ കൂടെ ജനങ്ങളെ രാഷ്ട്രീയമായി ഉത്ബോധനം നടത്തുവാനൊക്കെ ആരാധന ആലയങ്ങളെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഇവിടെ മതരാഷ്ട്രീയം കളിക്കുന്നത്. ഇത് ആരാധനയെ അശുദ്ധമാക്കുന്നതാണ് ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ആരാധനാ സ്വാതന്ത്ര്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ്. കാരണം ആരാധനാ സ്വാതന്ത്ര്യം ഓരോ വിഭാഗത്തിനും നൽകിയിരിക്കുന്നത്
ആരാധനാ സ്ഥലങ്ങൾ ദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണെന്നും അത് രാഷ്ട്രീയ പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ല എന്നുമുള്ള ധാരണയ്ക്കിടെ അടിസ്ഥാനത്തിലാണ് ആരാധനാലയങ്ങൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യവും അനുമതിയും നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ അത് ലംഘിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ പെരുമാറുന്നത്. മറിച്ച് അമ്പലങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല, പൂജാരികൾ ഇടയലേഖനങ്ങൾ നടത്തുന്നില്ല. അമ്പലങ്ങളിൽ വരുന്ന ആളുകളോട് പൂജാരികൾ രാഷ്ട്രീയമായ ഇടയലേഖനങ്ങളോ അഭ്യർത്ഥനകളോ നടത്താറില്ല. മുസ്ലിം വിഭാഗങ്ങളിലും ഇതുതന്നെയാണ്. ആരാധനയ്ക്കിടയിൽ ആരാധനാലയങ്ങൾ, ആരാധന ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി, മതരാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്, അപകടകരമായ ഒരു പ്രശ്നമാണെന്നുള്ള കാര്യം നിർഭാഗ്യവശാൽ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഹൈന്ദവർ ആണെങ്കിൽ NSS, SNDP തുടങ്ങിയ മതസംഘടനകൾ ആണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലാതെ അമ്പലങ്ങളല്ല, ആരാധനാ സ്ഥലങ്ങളല്ല, പൂജാരികളല്ല പ്രവർത്തിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ വ്യത്യാസമാണ്. ഈ വ്യത്യാസം വളരെ അപകടമുണ്ടാക്കുന്ന വ്യത്യാസം. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് ഏറ്റവും വലിയ അപകടം ക്രൈസ്തവ മെത്രാന്മാരുടെ നിരന്തരമുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ, അവസരവാദപരമായ ഇടപെടലുകൾ ആണ് എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം അടഞ്ഞ അധ്യായമായിരുന്നത് തുറന്ന് കോൺഗ്രസ് തങ്ങൾ ഈ അധ്യായം അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെ കൊണ്ട് തുറപ്പിച്ചു. ജോസഫ് കോൺഗ്രസ് ഒരു കാരണവശാലും മാണി കോൺഗ്രസിനെ UDFിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ശക്തമായ അവരുടെ നാവുകളെ നിശബ്ദമാക്കി. മാണി കോൺഗ്രസ് സമ്മർദ്ദം മൂലം ചർച്ചകൾക്ക് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രക്രിയയെ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുന്നത് മതരാഷ്ട്രീയമാണെന്നും ആ മതരാഷ്ട്രീയത്തിൽ മെത്രാന്മാരുടെ മതരാഷ്ട്രീയമാണ് കൂടുതൽ അപകടകാരി എന്നും ഉള്ള ചർച്ചകൾ കേരള സമൂഹത്തിൽ ഉണ്ടാകുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.